ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം മാളൂട്ടി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നമ്മളിന്ന് അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇന്നത്തെ യാത്ര അപ്പം അമ്പലയാത്രയാണ്. 2 അമ്പലമുണ്ട് കേട്ടോ മസ്കറ്റിൽ. ശിവക്ഷേത്രമുണ്ട്, കൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അമ്പലത്തിലേക്ക് അച്ഛനും അമ്മയും വന്നിട്ട് ആദ്യമായിട്ട് പോകുന്ന കേട്ടോ. അമ്മയ്ക്ക് വന്നപ്പോൾ തന്നെ അമ്പലത്തിൽ പോകണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷെ തടസ്സങ്ങൾ കാരണം പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് പോകാൻ സാധിച്ചത്. നാട്ടിലത്തെ പോലത്തെ ഒരു രീതിയൊന്നും അല്ല കേട്ടോ ഇവിടെ അമ്പലത്തിൽ. വ്യത്യാസം ഉണ്ടാവില്ല. അത് എങ്ങനെ വന്നാലും നമ്മൾ കേരളത്തിലെ പോലെ ഉണ്ടാവില്ല വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണല്ലോ. ഇവിടുത്തെ രീതി വേറെയാണ്. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ പൂജകളോ കാര്യങ്ങളോ വഴിപാടുകളോ ഒന്നുമല്ല, വേറെ രീതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇറങ്ങിയിട്ട് നല്ല ചൂടുണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. ചൂട് കാരണം ഇപ്പോൾ പകലൊന്നും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നേ ഇല്ല. അപ്പോൾ രാവിലെ അച്ഛനും അമ്മയ്ക്ക് ഇച്ചിരി ബോറടിയൊക്കെ ഉണ്ട് കേട്ടോ. നാട്ടിലാണെങ്കിൽ അവർ നല്ല ബിസിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പകൽ സമയത്ത് പുറത്തിറങ്ങാണ്ടിരിക്കുമ്പോൾ കുറച്ച് ബോറടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പോൾ വീക്കെൻഡ് സാധാരണ തിരക്കുകൾ ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ തിരക്കുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് പാർക്കിംഗ് ഒക്കെ കിട്ടി കേട്ടോ. ഒരുപാട് തിരക്കില്ല, എന്നാൽ നോർമലി ആളുകളുണ്ട് കേട്ടോ. ഇന്ന് ഇവിടെയൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ വഴിപാടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല്, വെള്ളം ഇതൊക്കെ മേടിച്ച് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും പാലാണ് മേടിച്ച് കൊടുക്കാറ്. നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ തന്നെ കണ്ടോ ഇതുപോലെ ചെറിയ 2 കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് 2 പാലാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അവിടെ കൊണ്ടുപോയി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. വെള്ളമാണെങ്കിൽ അഭിഷേകം പോലെ ചെയ്യും. വേറെ വഴിപാടുകളൊന്നും നമ്മുടെ രീതികളല്ല. അപ്പോൾ ഞങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. വേറൊരു രീതിയാണ് എങ്കിലും നല്ല ഭംഗിയാണ് ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാനൊക്കെ. അപ്പം അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ശിവക്ഷേത്രത്തിലാണ് ആദ്യം പോയിരുന്നത്. അവിടെ തൊഴുത് ഞങ്ങൾ ഇറങ്ങി. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റിയ കേട്ടോ. ഞങ്ങളപ്പോൾ അമ്പലത്തിൽ പോയാലും തൊഴുത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇതേ കൃഷ്ണ ഭഗവാന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെയും കാര്യമായിട്ട് തിരക്കൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയിട്ടോ. സാധാരണ നമ്മൾ കുറച്ച് നേരത്തെ വരും. അപ്പോൾ ദീപാരാധനയൊക്കെ തൊഴുത് അങ്ങനെ പോരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഇച്ചിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ദീപാരാധന കഴിഞ്ഞു പോയായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദൈവം കണ്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മളും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലത്ത് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞത് ഇവിടെ ഒരു ബെഞ്ച് ഫ്രീ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇറങ്ങണ വഴി ഇവിടെ നിന്ന് വഴിപാട് കിട്ടും. പിന്നെ ആരെങ്കിലുമൊക്കെ വഴിപാട് കഴിച്ചിട്ട് അതും ഉണ്ടാവും കേട്ടോ. അങ്ങനെയായിട്ട് ഇവിടെ അമ്പലങ്ങളിലൊക്കെ. നമ്മൾ നാട്ടിലാണെങ്കിൽ പായസമൊക്കെ നമ്മൾ കഴിപ്പിക്കും, എന്നിട്ട് അതുണ്ടാവും. അങ്ങനെയാണ് വഴിപാടുകൾ വരുന്നത്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. സ്വീറ്റ്സ്, ശിവൻ ഭഗവാന്റെ അമ്പലത്തിലാണെങ്കിൽ വടയാണ് കേട്ടോ അവിടുത്തെ മെയിൻ വഴിപാട്. ഇവിടെ മിക്കപ്പോഴും ലഡു, പേട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ലഡു ഉണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിനകത്തുനിന്ന് ലഡുവിൻ്റെ പൊടി പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ച്, പിന്നെ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം മേടിച്ച് അവിടെ ഇരുന്ന് നമ്മളത് ആസ്വദിച്ച് കഴിച്ച് എന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ടാട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇതൊക്കെ അമ്മയ്ക്കും അച്ഛനൊക്കെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ പോലെ ഒരു ഇതൊന്നും അല്ലാത്തതുകൊണ്ട് അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പോണ വഴി നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം കയറിയതായിട്ട് ഡിവൈൻ റെസ്റ്റോറൻറ്റ് അവിടെ തന്നെ കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണമൊക്കെ വന്നു. പൊറോട്ടയും അപ്പവും പിന്നെ 2 കറിയും കേട്ടോ പറഞ്ഞിരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.